Keluetan is very friendly. It was nice to meet him. Keluetan is Adipuli. നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരുപാട് രസകരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിലൊരു രസകരമായിട്ടുള്ള കാഴ്ച നമ്മുടെ മന്ത്രി OR കേളു, അദ്ദേഹം മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ LDFന്റെ സ്ഥാനാർത്ഥി കൂടിയാണ്. ഒരു കാഴ്ച കാണാം. മിനിസ്റ്റർ കേരള മിനിസ്റ്റർ. ഉടനെ മദാമ താണു വണങ്ങി. അപ്പോ കേളുവേട്ടൻ സംതൃപ്തനായി. ബാക്കിയുണ്ടോ? Your name? Jin. Chill. Oh, shake hand. Yeah. അങ്ങനെ മോള് ചില്ലിന് ഒരു ഷൈക്കൻഡും കൊടുത്തു. ഷേക്ക് ഹാൻഡ്. Your country? Belgium. Belgium. Yeah, small country. Oh, small country. Belgium, small country. Kerala, very big country. In this country, we have very, very big sub-countries too. Yeah. This is a Kerala. This is a Kerala and those are Keralas. അങ്ങനല്ലേ കേളുവേട്ടാ? Kerala is the best place. Best place. Okay. Kerala is the best place for അതാണ് ഞാൻ കേൾക്കേണ്ടത്. Kerala. Okay. Keluetan is very friendly. It was nice to meet him. അയ്യോ, പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്ന് പറയത്തേയില്ല. എൻ്റെ പൊന്ന് കേളുവണ്ണ, നിങ്ങൾക്ക് അത്യാവശ്യം ഒരു നല്ല ഇമേജ് ഒക്കെ ഉള്ള ഒരു മനുഷ്യനല്ലേ. നിങ്ങൾ എന്തോത്തിനയ്യേ വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്നത്? ആ മദാമ്മയെ അവിടെ വെച്ച് പരിചയപ്പെട്ടതാ. മിനിസ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞ് അവിടെ വെച്ച് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പരിചയപ്പെട്ട ആള് പെട്ടെന്ന് പറയുകയാണ് കേളുവേട്ടൻ അടിപൊളിയാണെന്ന്. Keluetan is Adipuli. The nicer thing is the people, because they are very nice and it's a lot of hospitality. And താങ്ക് യു മദാമ ചേച്ചി. കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞതിന് വളരെ നന്ദി. ഏതായാലും കേളുവേട്ടൻ്റെ ഈ ഒരു പെർഫോമൻസ് നന്നായിരുന്നു. ഇങ്ങനെ കൂടുതൽ വെറൈറ്റികൾ പിടിക്കണം കേട്ടോ. വേറെ അസഹനീയമായിട്ടുള്ള ഒരു കൊഞ്ചൽ വെറൈറ്റിയിലോട്ട് പോവാം. അങ്ങ് സഹിക്കും, മനസ്സിലായോ? ശാരീരികമായ ബുദ്ധിമുട്ട് വന്നാലും മാനസികമായ ബുദ്ധിമുട്ട് വന്നാലും സഹിക്കുക എന്ന് പറയുന്ന ഒരു ആരെ പറ്റിയാ പറയുന്നതെന്ന് മനസ്സിലായോ? നമ്മുടെ പിണറായി സഖാവിനെ പറ്റിയാണ് പറയുന്നത് ശോഭന ചേച്ചി. ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒരു ബുദ്ധിമുട്ട് വന്നാലും പിടിച്ചു നിൽക്കാനുള്ള ഒരു സഹനശേഷി ഉണ്ടല്ലോ, നമ്മൾ ആരും മുഖ്യദാസനിൽ കണ്ടിട്ടില്ലാത്ത ഒരു ഗുണമാണ്. ഒരു ഗുണത്തെ പറ്റിയാണ് ശോഭന ചേച്ചി വാചാലയാകുന്നത്. സഹനശേഷി. വേറെ എന്ത് പറഞ്ഞിരുന്നെങ്കിലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കായിരുന്നു. എനിക്കത് ഭയങ്കര ഒരു ആരാധനയായി. നല്ലതാ ചേച്ചി, ആ ആരാധന നല്ലതാ. ഇപ്രാവശ്യം പൊങ്കാല ഇട്ടായിരുന്നോ? അതോ കഴിഞ്ഞ പ്രാവശ്യത്തെ പൊങ്കാലയുടെ ക്ഷീണം മാറാഞ്ഞത് കൊണ്ട് ഇപ്രാവശ്യം ആഗ്രഹവും ആരാധനയും അങ്ങ് മാറ്റിപ്പിടിച്ചായിരുന്നോ? ഇത് PR-ന്റെ ഏത് വകഭേദമാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്തത്. ലീഡർ എന്നോട് പറഞ്ഞു, കുട്ടിയെ വിജയനെ നമുക്ക് വിശ്വസിക്കാം. ഇതേതാ കുറ്റി എന്ന് നിങ്ങൾക്ക് ആർക്കും സംശയം തോന്നണ്ട. ഈ നിൽക്കുന്ന ആളാണ് കുറ്റി. അതും കൂടെ ആയപ്പോ നമ്മൾ പറയില്ല പുട്ടിന് തേങ്ങാപ്പീര പോലെ, അതും കൂടെ ആയപ്പോഴത്തേന് എന്റെ മനസ്സിൽ ആരാധന. ലീഡർ അബദ്ധവശാലൊന്ന് പറഞ്ഞു, കുട്ടി നമുക്ക് വിജയനെ വിശ്വസിക്കാം, മറ്റാരെയും വിശ്വസിക്കണ്ട. അതും കൂടെ കേട്ടപ്പോ പുട്ടിനകത്ത് തേങ്ങാപ്പീര ഇട്ടങ്ങ് വിരകി, ആരാധനയങ്ങ് കൂടി, പിന്നെ ഒരൊറ്റ ചാട്ടമായിരുന്നു. പിണറായി സഖാവിനോട് തമാശകൾ പറയാറുണ്ടോ? അയ്യോ, പറ്റൂല. ശരിയാവൂല. ശരിയാവൂലേ? എല്ലാം ശരിയാക്കിയെന്നാണല്ലോ അവര് പറഞ്ഞത്. എന്നിട്ടൊരു തമാശ എന്താ ചേച്ചിക്ക് ശരിയാക്കാൻ പറ്റാത്തേ? അല്ല, നമ്മള് തമാശ പറഞ്ഞു നമ്മള് തന്നെ ചിരിക്കണം. അപ്പൊ നിങ്ങളുടെ ഒരു തമാശ പോലും സഹിക്കാൻ പറ്റാത്ത ആളാണ് കുറച്ചു മുമ്പ് പറഞ്ഞ നിങ്ങളുടെ ആരാധനാമൂർത്തിയായ മുഖ്യദാസൻ. സഹനശേഷിയുടെ പര്യായം. അദ്ദേഹം ചിരിക്കും. ചിരിക്കണമെങ്കിൽ 12 ലക്ഷം രൂപ മുടക്കി മോഹൻലാൽ ഓപ്പോസിറ്റ് ഒരു കസേര ഇട്ടിരിക്കണം, എങ്കിൽ അദ്ദേഹം ചിരിക്കും. ലീഡർക്ക് ഞാൻ കണ്ടുമുട്ടി അന്ന് മുതൽ കുട്ടിയായിരുന്നു. കല്യാണം കഴിഞ്ഞു, എനിക്ക് കുട്ടിയായി, എന്റെ കുട്ടിക്ക് കുട്ടിയായി. പക്ഷെ അപ്പോഴും ലീഡർക്ക് ഞാൻ കുട്ടിയായിരുന്നു. യെസ്, ഇതാണൊരു കുട്ടിയുടെ രോദനം. കുട്ടിയെ നേ അവസാനം വരെ എന്നെ വിളിച്ചിട്ടുള്ളൂ. സമ്മതിച്ചു ചേച്ചി. അല്ല കുട്ടി പറയൂ കുട്ടി. ബാക്കി കേരളത്തിന്റെ മൊത്തം കുട്ടിയായിട്ട് ഞങ്ങളങ്ങ് ദത്തെടുക്കട്ടെ കുട്ടിയെ. നമ്മൾ പറയല്ലോ ലീഡർ ഏൽപ്പിച്ചു എന്ന് പറയുന്നത് പോലെയാണ് പിണറായി സഖാവ്. ലീഡർ താഴെ വീഴാതെ കൈക്കുമ്പിളിൽ കൊണ്ടങ്ങോട്ട് ദാസനെ ഏൽപ്പിച്ചു കുട്ടിയെ. അദ്ദേഹത്തിന് എന്നെ ഒരു കരുതലുണ്ട്, എന്നോടൊരു വാത്സല്യമുണ്ട്, എന്നോടൊരു വലിയ സ്നേഹമുണ്ട്. കരുതല്, വാത്സല്യം, സ്നേഹം ഇതെല്ലാം ഉള്ള ആളല്ലേ.
അതുകൊണ്ട് ചിരി വരാത്തൊരു തമാശ പറഞ്ഞാലും ഒന്ന് ചിരിച്ചു തരാൻ ഇനിയൊരു അഭ്യർത്ഥന നടത്തി നോക്കണേ. അല്ലെങ്കിൽ ഈ അദാലത്തൊക്കെ നടക്കുന്ന സമയത്തെ അപ്പോൾ പരാതികളൊക്കെ സ്വീകരിക്കുന്നതിൻ്റെ കൂടെ ചെന്ന് പരിഹരിക്കാൻ സാധിക്കുമോ എന്ന് ആരാഞ്ഞ് സമീപിച്ചു നോക്ക്. ഇപ്പം കൊഞ്ചിത്തള്ള കൊഞ്ചിക്കുട്ടി ചെന്നാട്ടെ. ഇപ്പോഴും ലീഡർക്ക് ഞാൻ കുട്ടിയായിരുന്നു. കുട്ടിയെ അവസാനം വരെ എന്നെ വിളിച്ചിട്ടുള്ളൂ. എന്തൊക്കെ കണ്ടാലാ നമ്മുടെ ജന്മം ഒന്ന് സമ്പൂർണ്ണമാകുന്നത് അല്ലേ? കേരളത്തിൽ വന്ന് ജനിച്ചല്ലേ, അനുഭവിക്കുക തന്നെ.